ഇപ്പോ നമ്മൾ അധികം കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ എ ഐ ബബിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എ ഐ ബബിൾ? അതുകൊണ്ട് നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് വരാൻ പോകുന്നത്? ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് എ ഐ ബബിൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ 2022 ആണ് നമുക്ക് ChatGPT പോലെയുള്ള വലിയ വലിയ എ ഐ മോഡലുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പോ നമ്മുടെ ഓപ്പൺ എ ഐ പോലെയുള്ള വലിയ വലിയ സോഫ്റ്റ്വെയറിന്റെ കമ്പനീസ് ആണ്. അപ്പോ ഇനിയുള്ള ഭാവി ഇൻ ടോട്ടൽ എ ഐയുടെ ആണ് എന്ന് ആൾക്കാർ വിചാരിക്കുകയും ഈ എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളുടെ ഷെയറുകൾ വൻതോതിൽ ആൾക്കാർ വാങ്ങിക്കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇപ്പോ NVIDIA അല്ലെങ്കിൽ മെറ്റ, പിന്നെ മൈക്രോസോഫ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളുടെ ഒക്കെ നമ്മൾ അതിന്റെ അവരുടെ ഷെയറുകളുടെ മൂല്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു പ്രത്യേക കാലയളവ് തൊട്ട് വളരെ വൻതോതിലാണ് വർദ്ധിച്ചു വന്നിട്ടുള്ളത്. അപ്പോ നമ്മൾ വിചാരിക്കും ഈ കമ്പനിക്കൊക്കെ വളരെ വലിയ തോതിലുള്ള വളർച്ച ഇപ്പൊ സംഭവിക്കുന്നുണ്ട്. അതിന്റെ ബേസിലാണ് ഈ ഇത്രയും വലിയ ഈ സ്റ്റോക്കിലൊക്കെ ഇത്രയും വലിയ ഉയർച്ച സംഭവിക്കുന്നത്. ശരിക്കും ഇത് അങ്ങനെയല്ല. ഇത് ഒരു ഇല്ലാത്ത സാധനത്തെ ഊതി വീർപ്പിച്ച് ഉണ്ടാക്കി പറയുന്ന ഒരവസ്ഥയാണ് ഇതിനകത്തുള്ളത്. ഇതിനെ നമുക്ക് നോക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ ഇതിനു മുൻപേയും ഇതേപോലെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 1995 തൊട്ട് 2000 വരെയൊക്കെയുള്ള കാലയളവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഈ .com ബബിൾ എന്നൊക്കെ പറയുന്നത്. അപ്പോ .com ബബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ 1995 തൊട്ട് 2005 വരെയുള്ള 2000 വരെയൊക്കെയുള്ള സമയത്ത് ഈ ഇന്റർനെറ്റ് ഒക്കെ അത്രയും അങ്ങോട്ട് പിന്നെ വലിയ തോതിലില്ലെങ്കിലും ഇന്റർനെറ്റ് അങ്ങ് വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോ ഈ .com എന്നുള്ള വാല്യുള്ള എല്ലാ കമ്പനികളുടെയും ഷെയറുകൾ ആൾക്കാർ ഇനി ഇന്റർനെറ്റിന്റെ യുഗമാണ്, ഇനി .comന്റെ യുഗമാണ് എന്ന് കരുതിയിട്ട് ഈ .com വാല്യുള്ള എല്ലാ കമ്പനികളുടെയും ഷെയറുകൾ ആൾക്കാർ അധികമായിട്ട്, അതായത് 10 രൂപയുള്ള ഷെയർ ഒരുപാട് പേര് വാങ്ങിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ വില കൂടും. അപ്പോൾ അതിന്റെ മാർക്കറ്റിൽ അതിന്റെ വില കൂടാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ആ വരുന്ന ഒരു അവസ്ഥയിൽ ഈ മനുഷ്യർ സ്വാഭാവികമായിട്ടും ഈ ഓവർ റേറ്റഡ് ആയിട്ടുള്ള ഷെയറുകൾ വാങ്ങിക്കുകയും അന്ന് നമ്മുടെ ഇപ്പോ US-ന്റെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇൻഡെക്സ് ഒക്കെ ഉണ്ട്. അതിനെ നമ്മൾ നാസ്ഡാക്ക് എന്നൊക്കെയാണ് പറയാ. ഈ നാസ്ഡാക്കിന്റെ ഇൻഡെക്സ് ഒറ്റ വർഷം കൊണ്ട് ഏകദേശം ഇരട്ടിയായി, അതായത് ഒരു 5500 എന്ന് പറയുന്ന ഒരു സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്കൊക്കെ എത്തുകയാണ് ചെയ്തത്. പക്ഷേ ആ ഒരു ഈ .comന്റെ ബബിളൊന്നും അധിക കാലം നീണ്ടു നിന്നില്ല. കാരണം ഈ .comന്റെ കമ്പനികൾക്ക് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷെ കമ്പനികളൊന്നും വലിയ തോതിൽ പെർഫോം ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അത് ഒരു 1.5 വർഷം 2 വർഷത്തിന്റെ ഉള്ളിൽ മാർക്കറ്റ് വളരെ വലിയ തോതിൽ, അതായത് 70% ആണ് അന്ന് ഇപ്പൊ നാസ്ഡാക്ക് പോലെയുള്ള കമ്പനികളൊക്കെ കറക്ഷൻ ഉണ്ടായത്. കറക്ഷൻ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും താഴ്ന്ന ലെവലിലേക്ക് വന്നു എന്നുള്ളതാണ് കൊണ്ട് അർത്ഥം. എന്നിട്ട് അതിനുശേഷം ഈ താഴെ പോയ കമ്പനികൾ അല്ലെങ്കിൽ ഇൻഡെക്സുകളൊക്കെ മുകളിലേക്ക് കയറാൻ ഏകദേശം 13 വർഷങ്ങളാണ് എടുത്തത്. ഈ 13 വർഷങ്ങൾ കൊണ്ടാണ് അന്ന് ഇല്ലാണ്ടായി പോയിട്ടുള്ള എല്ലാ സാധനങ്ങളും തിരിച്ച് ആ ഒരു ലെവലിലേക്ക് എത്തിയത്. ഇതേ അവസ്ഥയാണ് ഇപ്പൊ സംഭവിക്കും എന്നുള്ളതല്ല, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് അറിയാവുന്നതാണല്ലോ, ഇപ്പൊ ഈ ഓപ്പൺ എ ഐ യുടെ സാധനങ്ങളൊക്കെ, അതായത് ഓപ്പൺ എ ഐയിലുള്ള ChatGPT, പിന്നെ DeepSeek പോലുള്ള സാധനങ്ങളൊക്കെ. അപ്പോ ഇപ്പോ ഓപ്പൺ എ ഐ പോലെയുള്ള കമ്പനികൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് ഒരു 2030 ആകുമ്പോഴത്തേക്കൊക്കെ അവർക്ക് വലിയ തോതിലുള്ള ഡാറ്റാ സെന്ററുകളും പിന്നെ ഹയർ എൻഡ് മിഷൻസും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി ചിപ്പ് സെറ്റുകളും പിന്നെ ഗ്രാഫിക് കാർഡുകളും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോ അതിന് സപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പൊ NVIDIA പോലെയുള്ള കമ്പനികൾ ചെയ്യുന്നത്. സത്യത്തിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ NVIDIA പോലെയുള്ള കമ്പനികൾ ഇപ്പോ ഓപ്പൺ എ ഐ പോലെയുള്ള കമ്പനികളിൽ ഒരു 100 ട്രില്യൺ അല്ലെങ്കിൽ 500 ട്രില്യൺ ഡോളർ നിക്ഷേപിക്കുന്നു. ഈ നിക്ഷേപിച്ച പൈസ എടുത്തിട്ടാണ് ഓപ്പൺ എ ഐ അവനവന് അത്യാവശ്യമുള്ള ഈ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനുള്ള പൈസ കണ്ടെത്തുന്നതും ആ പൈസ ഈ NVIDIA കൊടുത്ത പൈസ തന്നെയാണ് ഈ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറും മറ്റുള്ള സാധനങ്ങളും നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ എ ഐ ഇതേ പൈസ NVIDIAക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പൊ ക്ലൗഡ് സ്റ്റോറേജിൽ ആണെങ്കിലും അങ്ങനെയുള്ള മറ്റുള്ള എയോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയും ഇത് തന്നെയാണ് ഇപ്പൊ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു കമ്പനിയുടെ മൂല്യം, അതായത് ഇപ്പൊ ഓപ്പൺ എ ഐ പോലെയുള്ള കമ്പനികളുടെ ഒക്കെ മൂല്യം വളരെ പെട്ടെന്ന് ഉയരുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഒരു 50 രൂപയുള്ള ഒരു ഷെയർ 5000 രൂപയായി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് എത്ര ശതമാനമാണ് ഇവിടെയൊക്കെ വർധനവ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പിന്നെ
ഇതിനകത്തുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഓപ്പൺ എ അല്ലെങ്കിൽ AI റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് എത്രയാണ് ഇവരുടെ ടേൺ ഓവർ, ഇവർ എത്രയാണ് ലാഭം ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഓപ്പൺ എ പോലെയുള്ള കമ്പനികളൊന്നും ലാഭം ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, വളരെ വലിയ നഷ്ടത്തിലുമാണ് ഉള്ളത്. അതായത് നഷ്ടത്തിലുള്ള കമ്പനികളിലേക്കാണ് ഇത്ര വലിയ തോതിൽ അവരുടെ ഷെയറുകൾ ആൾക്കാർ വാങ്ങിക്കൂട്ടുകയും അല്ലെങ്കിൽ ഇൻവെസ്റ്റിംഗ് മോഡിൽ ഇതൊക്കെ ഇത്ര വലിയ ഭൂമിയിലേക്ക് പോവുകയും ചെയ്യുന്നത്. ഇതുകൊണ്ട് അതായത് യഥാർത്ഥത്തിലുള്ള വാല്യൂവും ഇതിന്റെ ഇപ്പം നമ്മൾ കാണാവുന്ന സ്പൈക്ക് റേറ്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, വളരെ വലിയൊരു വ്യത്യാസം. ഇതിനെയാണ് നമ്മൾ ഈ AI ബബിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്നുകിൽ NVIDIAയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ഓപ്പൺ AI പോലെയുള്ള കമ്പനികൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയൊരു ചേഞ്ചസ്, അതിന്റെ ഡെവലപ്മെന്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വളരെ വലിയ തോതിൽ നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കും. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാര് ഏറ്റവും കൂടുതൽ ഇപ്പോൾ AI മോഡലുകളിലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ് അധികമായിട്ട് വാങ്ങിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളെ, അതായത് സാധാരണക്കാരായ നമ്മളെ ഇതെങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്കുള്ള ക്യാഷ് ഫ്ലോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ ക്യാഷ് ഫ്ലോ സംഭവിക്കുന്നത് നമ്മളെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ളവരുടെ പൈസ തന്നെയാണ്. ഗവൺമെന്റുകളും മറ്റുള്ള കാര്യങ്ങളും, അതായത് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റിംഗ് ഏജൻസികളും ഒക്കെ നമ്മുടെ പൈസ എടുത്തിട്ടാണ് ഈ ഹയർ എൻഡ് മോഡലുകളിലൊക്കെ അവര് നിക്ഷേപിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു എൻഡ് പോയിന്റിൽ വരുന്ന ആ ഒരു ചേഞ്ച് അത് നമ്മളെയും ബാധിക്കും. ഡയറക്റ്റ് ആയിട്ട് നമ്മളെ എങ്ങനെയാണ് ബാധിക്കാന്ന് ചോദിച്ചാൽ, ഒരുപാട് പേർക്ക് ലേ ഓഫ് വരും, തൊഴിലില്ലാതെയാവും. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ചെറിയ ലോൺ ആണെങ്കിലും വലിയ ലോൺ ആണെങ്കിലും എന്താണെങ്കിലും ഇതിന്റെയൊക്കെ ഇൻട്രസ്റ്റിൽ വലിയ തോതിലുള്ള റേറ്റ് ചേഞ്ച് വരും. കാരണം വെച്ചാൽ ഡോളറിന്റെ റേറ്റ് മൊത്തത്തിൽ ഇടിയും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിന്റെയൊക്കെ ഒരു ആഘാതം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എല്ലാ കമ്പനികളും ഇങ്ങനെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് പോകും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കും എന്നുള്ളതല്ല. ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ വീഡിയോയും ഞങ്ങളുടെ ചാനലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.